ഹലോ അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ മസാല അടിച്ചുള്ള ഒരു കറിയാണ്. അതിനായി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ, റെഡ് കളറ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കത് പൊരിച്ചെടുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒരു പുറം നന്നായി ഫ്രൈ ആയി വന്നാൽ തിരിച്ച് മറുവശം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി ഇതേപോലെ പൊരിച്ചെടുക്കാനായി ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ആയിട്ടുണ്ട്, മാറ്റിയെടുക്കാം. പിന്നീട് അതിനുള്ളൊരു മസാല തയ്യാറാക്കാൻ ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ചിക്കൻ വറുത്ത് കോരിയ എണ്ണ തന്നെ ഒരു 4 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 സവാള നീളത്തിലരിഞ്ഞത് സ്ലൈസായി അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുന്നവരെ ഒന്ന് അത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വീണ്ടും ഇളക്കിയെടുക്കാം. പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അടച്ചു വെച്ച് തക്കാളി വെന്ത് ഉടയുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അമ്മാസ് വ്ലോഗ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. ഇന്ന് ഞാൻ ബിരിയാണിയുടെ കൂടെ സൺഡേ ഉണ്ടാക്കിയതാണിത്. അതിൻ്റെ വീഡിയോ ആണ് അത്. ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ചിക്കൻ ബിരിയാണി ഇതിൽ ഉൾപ്പെടുത്താൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വേറൊരു ദിവസം വരുന്നതായിരിക്കും. പിന്നീട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില, പുതിനയില, തൈര് എന്നിവ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. ഉള്ളി പൊരിച്ചത് കൂടി ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം ചിക്കൻ കഷ്ണങ്ങൾ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ.